ഇന്നലെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ എല്ലാ പാത്രങ്ങളും വലിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല ഇന്നലെ ഇക്കാക്ക് ജോലി അതിന് വേഗം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടമൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പോയിട്ടോ. പിന്നെ ഇന്ന് രാവിലെ കറി വെക്കേണ്ട ടാസ്ക് ഒന്നുമില്ല, കാരണം ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ അയൽവക്കത്തു നിന്ന് മന്തിയും ചിക്കൻ കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അയൽക്കാർ ഇങ്ങനെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കും കേട്ടോ. സഹായമല്ല, അതൊരു സ്നേഹമാണേ. അതുകൊണ്ട് ഇന്ന് അരിപ്പത്തിരി കേട്ടോ. ചിക്കൻ കറി ആണെങ്കിൽ ഇവിടെ അരിപ്പത്തിരി മസ്റ്റാണേ. ചിക്കൻ കറി വേഗം തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ അരിപ്പത്തിരിക്കുള്ള പണി നോക്കാം കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഈ അരിപ്പത്തിരി കുഴക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ കുഴ തെറ്റിക്കഴിഞ്ഞാൽ അരിപ്പത്തിരി ചുട്ടെടുക്കുമ്പോൾ പൊന്താൻ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കാച്ചുന്നുണ്ട്. ചായയൊക്കെ കാച്ചിയതിന് ശേഷം ആ ചായപാത്രമൊക്കെ കഴുകി ചായയൊക്കെ പകർത്തിയതിന് ശേഷം തിണ്ണപ്പുറമൊക്കെ നല്ലോണം ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ക്ഷീണം ഞാൻ മൊത്തം ഇന്ന് തീർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പല്ലൊക്കെ ലാസ്റ്റാട്ടോ തേക്കുന്നത്. ഫുഡ് കഴിക്കുന്ന ആ ഒരു കുറച്ച് മുന്നെയാണ് ഞാൻ പല്ല് തേക്കാറുള്ളത്. പിന്നെ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ചായയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും എണീറ്റിട്ടില്ല കേട്ടോ. ഇനി രണ്ടുപേരും പോയി കുത്തി പൊക്കിയിട്ട് വേണം ഇനി എനിക്ക് ചായ കുടിക്കാൻ. അപ്പോഴത്തേക്കും ചവറാരം വന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം പാലടച്ചിടണോണ്ട് ചവറാരം വന്നാന്ന് അറിയില്ല. രാവിലെ എണീറ്റപ്പോഴാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. എല്ലാ വീടുകളിലും വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാക്കയുടെ ഫ്രണ്ട് ഇന്നലെ വന്നപ്പോൾ ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിക്കാറ്റാണ്. അപ്പോഴത്തേക്കും ചവറാരം വന്നപ്പോൾ ചവറൊക്കെ കൊണ്ടുപോയി വാതിക്കൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അയിനൂസ് എണീറ്റ് അതിനെ പല്ല് തേക്കാൻ ഭയങ്കര മടിയാട്ടോ. അവളെ പിടിച്ച് വലിച്ചാണ് പല്ല് തേപ്പിക്കാറുള്ളത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്തോ ഭയങ്കര യുദ്ധം നടക്കുകയെന്ന്. അങ്ങനെ അവളെയൊക്കെ പല്ല് തേപ്പിച്ച് ഇക്കാക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം അവൾക്കും ചായ കൊടുത്തു. അപ്പോൾ അത്രയുള്ളൂ. ചാച്ചാ.